ഹായ്, ഞാൻ ജോസൂട്ടിയുടെ അപ്പ. ഞങ്ങൾ ഇന്ന് അടുത്തൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നടക്കുന്നത് സൗത്ത് ക്ലിഫ് വാക്കാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്നത് ഇതാണ് ബസ് സ്റ്റോപ്പാണ്. അവിടെ ആളുകൾ നിൽക്കുന്നിടത്ത് ബസ് സ്റ്റോപ്പ്. അത് ഹൗത്ത് സമ്മിറ്റ് എന്നാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. ഞങ്ങൾ നടത്തുന്ന മിക്ക യാത്രകളുടെയും നമ്മൾ എങ്ങനെ എത്തണം എന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾ കൂടുതലും പറയുക സിറ്റി സെൻറ്ററിൽ നിന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഹൗത്ത് സമ്മിറ്റിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ബസ് അവിടെ നിന്ന് ഉണ്ട്. അത് H3 പിന്നെ നമ്പർ 6, ഈ 2 ബസ്സുകളാണ് ഹൗത്ത് സമ്മിറ്റ് വരെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ചൊരു 4-5 മിനിറ്റ് മുമ്പോട്ട് നടക്കുമ്പോൾ അബി സ്ട്രീറ്റ് ലോവറുണ്ട്. അവിടെയുള്ള സ്റ്റോപ്പിൽ നിന്നാണ് ഈ 2 ബസ്സുകൾ കിട്ടുക. അതിൽ നമ്മൾ കയറി ഒരു 45 മിനിറ്റോളം എടുക്കും ബസ് ട്രാവൽ ടൈം. അതിന് സമയം അതിൻ്റെ ഒരു 10:47 സ്റ്റോപ്പുകളുണ്ട്. പക്ഷേ സ്റ്റോപ്പുകളെല്ലാം വളരെ പെട്ടെന്ന് അത് കഴിയും. അങ്ങനെ നമ്മൾ ഹൗത്ത് സമ്മിറ്റ് ഈ സ്റ്റോപ്പിലെത്തുക. അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്കൊരു ചെറിയൊരു വാക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ കാറിലൊക്കെ വരുന്നവർക്ക് അവർക്കിപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ കാറുകൾ പോകുന്നത്. അപ്പോൾ ആ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതിന് തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ സമ്മിറ്റിന് മുമ്പായിട്ട് ഒരു 2-3 സ്റ്റോപ്പ് മുമ്പ് ഹൗത്ത് ഹാർബറുണ്ട്. അപ്പം അവിടെ അത്യാവശ്യം കടകളൊക്കെ ഉള്ള, അതായത് ഇവിടെ അധികം കടകളൊന്നുമില്ല കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക, അങ്ങനെയുള്ള കടകളൊന്നും ഈ ഭാഗത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ ഹൗത്ത് ഹാർബറിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ബസ്സുകളൊക്കെ കുറവായിരിക്കും. ബാക്കി ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് ബസ്സുകളുണ്ടാകും. ഹൗത്തിനെ കുറിച്ച് ജോസുട്ടിക്ക് എന്താ പറയാനുള്ളത്? യെസ്, ഭയങ്കര കാറ്റുണ്ട്. നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാറ്റാണ്. അറിയാമല്ലോ, കടലിൻ്റെയൊക്കെ അടുത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ വിൻ്ററിൽ. കാർ പാർക്കിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ഒരു 2-3 ബെഞ്ചുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതൊരു ക്ലിഫ് വാക്ക്. 2 സൈഡിലേക്ക് നമുക്ക് നടക്കാം. ഒരു റൂട്ടെന്ന് പറയുന്നത് വളരെ ഒരു സേഫായിട്ടുള്ള മണലൊക്കെ നിരത്തിയ ആ രീതിയിലൊരു റോഡാണ്. അതല്ലാതെ ഉള്ളത് കുറച്ച് താഴേക്ക് ഒരല്പം റിസ്കി ആയിട്ടുള്ള റോഡാണ്. എന്നാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല, കുത്തനെ ഒരു ഇറക്കം പോലെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ 2-3 ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങൾ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കട്ടെ. നല്ല സണ്ണിയാണ്, നല്ല അല്പം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രസമുണ്ട്. ഞങ്ങളെന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഒന്നിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബോർഡിൽ നമുക്ക് അത്യാവശ്യം വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ 2 ആരോയിലാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോകുമ്പോൾ, അതായത് സ്ട്രീറ്റിൽ പോകുമ്പോൾ സേഫായിട്ട് ഇങ്ങനെ ഒരു മണലൊക്കെ നിരത്തി ഉള്ളൊരു വഴി. ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിലെയാണ് വരുന്നത്. കുറച്ച് അവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇതിനൊക്കെ ഇത് കണ്ടു തന്നെ പോകേണ്ട ഒരു സ്ഥലമാണ്. ഇന്ന് ഭയങ്കര ഭംഗിയാണ്. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ്. മഴയില്ല. അത്യാവശ്യം നമ്മൾ മടുക്കാതിരിക്കാനും മാത്രമുള്ള തണുപ്പുമുണ്ട്. നല്ലൊരു ചെറിയ കാറ്റുമുണ്ട്. അങ്ങറ്റത്ത് കണ്ടില്ലേ ഒരു ലൈറ്റ് ഹൗസ് പോലെ, അവിടെ വരെയാണ് റൂട്ടുള്ളത്. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനെ താഴോട്ടിറങ്ങി പോകാൻ പറ്റുന്ന ദൂരം വരെയൊക്കെ പോകാറുണ്ട്. ഞങ്ങൾ മുമ്പൊരിക്കൽ വന്നപ്പോൾ ഞങ്ങൾ
ഹൗസിൻ്റെ അടുത്തെത്താമെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ കണ്ടവരെ എത്താൻ പറ്റിയില്ല. തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. അങ്ങനെ കുത്തനെയുള്ള വഴിയാണ്. ഇങ്ങനെ താഴോട്ട് കണ്ടില്ല. പക്ഷേ ഇവിടെ സൈഡിൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല മുള്ളാണ്. നമ്മൾ ഇത്ര അടുത്തെത്തിയുണ്ടോ, ഇത്ര അടുത്തെത്തിയുണ്ട്. താഴേക്ക് നോക്കിയതുണ്ട്. പല വഴികളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇത് ഞങ്ങളുടെ ഹൗത്തിലോട്ടുള്ള 3rd വിസിറ്റാണ്. ആദ്യം നമ്മൾ സേഫർ റോഡിലൂടെ വന്നപ്പോൾ നമ്മൾ സ്കൂട്ടറൊക്കെ എടുത്ത് ഡക്സിയ സീഗൾസ് ഉണ്ടായിരുന്നു, ഡക്സ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ കടലിൻ്റെ അടുത്തൂടെയും പിന്നെ അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ സീഗൾസിൻ്റെയൊക്കെ കരയുന്ന സൗണ്ട് ഇങ്ങനെ എപ്പോഴും കേൾക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ പക്ഷികളൊക്കെ കരയുന്നത് പോലെ ഇത് സീകൾ ഒരുതരം പക്ഷിയാണ് അല്ല, പക്ഷേ സീകളിലൊക്കെ കരയുന്നതൊക്കെ അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇങ്ങനെ ഒരു എന്താണ് അൺസേഫ് എന്നല്ല പറയുന്നത്, നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കണ്ടില്ല, നല്ല കുത്തനെ ഇതുപോലെ വേണം, എല്ലാം സ്റ്റെപ്പായിട്ടൊക്കെ സെറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഇറങ്ങി പോകാവുന്നുള്ളൂ. പക്ഷെ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ അടുത്താണല്ലോ, നമുക്ക് എത്താറായി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ നമ്മളത് ഇങ്ങനെ നടക്കും, ഇപ്പോൾ എത്തും എന്ന് കരുതി നമ്മൾ നടക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും എത്തില്ല, കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ തവണ ഞങ്ങൾ വേറെ 1-2 പേരുടെ കൂടെയാണ് വന്നത്. ഇന്നിപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര ചെയ്തപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ നടന്നപ്പോൾ ഞങ്ങൾ എത്താൻ ഒരുപാട് വൈകി. പിന്നെ അതുമല്ല തിരിച്ചു പോകാൻ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പകുതിക്ക് വെച്ച് തിരിച്ചു പോരുകയാണ് അന്ന് ചെയ്തത്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എന്താ ഒരു പിക്നിക് മോഡിൽ വരികയാണെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വളരെ ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരാനായിട്ട് പല വഴികളുണ്ട്. ഞങ്ങളിപ്പോൾ ഹൗത്ത് സമ്മിറ്റിൽ നടന്നു വരികയാണ്. അപ്പം അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഹൗത്തിലേക്ക് 5 തരം യാത്രകൾ നടത്താം നമുക്ക്. ഇവിടെ വാക്കിങ് നടക്കുമ്പോൾ തന്നെ ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. അതായത് ഹൗത്ത് സമ്മിറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു 1.5 കിലോമീറ്റർ ഉള്ളൊരു യാത്രയാണിത്. ശരിയല്ല, 2 കിലോമീറ്റർ ഉണ്ട്. അതൊരു ഏകദേശം 1 മണിക്കൂർ എടുക്കുന്നൊരു യാത്രയാണ്. പിന്നെ അതല്ലാതെ വേറൊരു 4 തരം യാത്ര ഇവിടെ നമുക്ക് ചെയ്യാം. അതായത് ബ്ലാക്ക് ലിൻ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കിംഗ് ഉണ്ട്. അത് 8 കിലോമീറ്ററാണ്. 8 കിലോമീറ്റർ ഇതുപോലെ നടക്കാം. അത് പക്ഷേ 2.5 മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ അടുത്ത ഒരെണ്ണമാണ് ബോഗ് ഓഫ് ഫ്രോഗ്സ് സ്റ്റൂപ്പ് എന്ന് പറയുന്നത്. വാക്കുകൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും കേട്ടോ. അത് 12 കിലോമീറ്ററാണ്. അത് 3 മണിക്കൂർ എടുക്കും. ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ വരുമ്പോൾ തന്നെ ബസ് ഫുള്ളായിരുന്നു. പിന്നെ അടുത്തൊരു വാക്ക് എന്ന് പറയുന്നത് ഹൗത്ത് പാത്ത് ലൂപ്പ് എന്ന് പറയുന്നതാണ്. അത് 6 കിലോമീറ്റർ ദൂരം വരും. ഒരു 2 മണിക്കൂർ എടുക്കും. പിന്നെ ഉള്ളത് ട്രാംലൈൻ ലൂപ്പ്, അത് 7 കിലോമീറ്റർ, 12 മണിക്കൂർ. അതാണ് കേട്ടോ ഏറ്റവും നീളം കൂടിയത്. അപ്പം അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്കും നമ്മുടെ
കഴിവിനൊക്കെ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പല സമയത്ത് എത്ര ദൂരം വേണമെങ്കിലും നടക്കാനുമുണ്ട്, സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി തരത്തിലുള്ള ദൂരത്തിലുള്ള യാത്രകളുണ്ട്. അത് പല സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. പിന്നെ യൂറോപ്പിൻ്റെയും പിന്നെയുള്ള ഇങ്ങനെയുള്ള മലനിരകളും പിന്നെ ഈ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കൽപ്പടവുകളും അല്ലെങ്കിൽ ചെറിയ മതിൽക്കെട്ടും ഒക്കെ ഇവിടുത്തെ ഈ യൂറോപ്യൻ പാശ്ചാത്യ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനൊക്കെയാണ്. അത് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. അങ്ങനെ സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ. അവിടെ കയ്യിലും പിടിച്ചു. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോവുകയാണ്. പക്ഷേ ഞങ്ങളിത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിങ്ങനെ വന്നിട്ട് അങ്ങ് അറ്റത്തെത്തി. അതായത് എത്താവുന്നതിൻ്റെ ആ ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ ഏകദേശം അടുത്തെത്തിയിട്ട് അങ്ങ് താഴെ കുറേ പേര് താഴെ, അതായത് അവിടെ കടലിൽ കളിക്കുന്നു. പക്ഷെ കളിക്കുകയാണോ കുളിക്കുകയാണോ? കുളിക്കുന്നു. അങ്ങനെ വോക്ക് വിത്ത് അപ്പ എന്ന ഈ ചാനലിൽ ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ശരിക്കും വോക്ക് ചെയ്യുന്നത്. ഇതുണ്ടോ, താഴേക്ക് ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പോകുന്ന ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്ര താഴെ കണ്ടോ, ഈ താഴെ അവിടെ കണ്ടോ ഒരു ബീച്ച് പോലെ, ചെറിയൊരു ബീച്ച് പോലെ. അവിടെയൊക്കെ ഒരുപാട് പേര് അവിടെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അവിടോട്ട് എങ്ങനെ എത്തി എന്നറിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു വോക്കിൻ്റെ അവസാനം അങ്ങനെ അവിടെ ആയിരിക്കും എത്തുന്നത്. ഗൾഫിൻ്റെ ആ ഒരു സൗന്ദര്യം ശരിക്കും കാണിച്ചു തരാം. ഒന്ന് പോകുന്ന പോലുള്ള കാറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാറ്റിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ സംസാരിക്കുന്ന എത്ര കൊണ്ട് കേൾക്കുമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കിലോമീറ്റർ നമുക്ക് ഈ തണുപ്പ് ഈ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ വിയർക്കില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും രസം. നടക്കാൻ പിന്നെ തോന്നും, വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്കൊന്ന് ക്രിസ്മസിൻ്റെയൊക്കെ അവധിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരും വേറെ ലോങ് ട്രിപ്പുകളിലൊക്കെ പോയതുകൊണ്ടാണോന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഇപ്പം ആൾ കുറവല്ല. ഇവിടങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും റിലാക്സ് ചെയ്യുന്നതും കാണാം. ഇതൊരു നല്ലൊരു സ്ഥലം. സൗത്ത് അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഗ്രീൻ റൂട്ട് എന്നാണ് ഇത് പറയുന്നത്. ഇങ്ങനെ പറയാതെ റിയൽ